ഹലോ ഗെയ്സ്, നമ്മളിപ്പോൾ ഓണയ്ക്കല്ല വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ കുറേ ഫോട്ടോഷൂട്ടിൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഓണം ഫോട്ടോഷൂട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നൊരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കുറച്ച് വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം. അപ്പോൾ രണ്ട് ക്ലയൻറ്റാണ്, ഒരു ക്ലയൻറ്റ് തന്നെയാണ്. അവർ തന്നെ കുട്ടികളുടെ ഫോട്ടോസ് എടുക്കാനുണ്ട്, പിന്നെ ഒരു ലേഡിയുടെ ഫോട്ടോ നമുക്ക് എടുക്കാനുണ്ട്, വീഡിയോ എടുക്കാനുണ്ട്, ഫോട്ടോ വീഡിയോ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ഇതൊരു ട്രാവൽ ബ്ലോഗൊന്നുമല്ല. നമ്മളിത് എടുക്കാൻ പോകുന്ന ആ പ്ലേസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡിവൈനായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇത് നമ്മളിപ്പോൾ പോകുന്നത് ചെമ്മന്തട്ടം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അതായത് നമ്മുടെ കുന്നംകുളം താലൂക്കിലുള്ള ചൊവ്വനൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു അമ്പലമാണ്. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു അമ്പലമാണ്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം, അതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അമ്പലത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത ഒരു സ്മാരകമാണ്. അതുപോലെ തന്നെ ഈ അമ്പലം ഉണ്ടല്ലോ, പരശുരാമല്ലേ സ്ഥാപിച്ചതാണെന്നാണ് വിശ്വാസം. പിന്നെ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളൊന്നാണ് ഇത്. ഇതുപോലെ തന്നെ ഈ 108 ശിവക്ഷേത്രങ്ങളൊന്നായിട്ടുള്ള ഒരു വേറെ അമ്പലം കൂടി നമ്മുടെ അവിടെ ഉണ്ട് കേട്ടോ, കാട്ടകാമ്പാൽ അമ്പലം. അതുപോലെ തന്നെ പിന്നെ ഇത് പുരാതന ശില്പകലയുടെ മികവോടെ ഇതിൻ്റെ ഗോപുരം, ക്ഷേത്രക്കുളവും, മലർപ്പുറയും എന്നിവ ഭയങ്കര പ്രശസ്തമാണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ കുളമൊക്കെ ആണെങ്കിൽ ഈ വെട്ടുകല്ലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ കുളത്തിൻ്റെ മൊത്തം പടവുകളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര രസമാണ്. ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ തന്നെ അടിപൊളിയാണ്, ഭയങ്കര മനോഹരമായിട്ടുള്ള ഇതാണ്. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 4:30 മുതൽ 9:30 വരെയാണ്. പിന്നെ അതുപോലെ വൈകിട്ട് 5 മണി മുതൽ 7:30 വരെ. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് മെയിനായിട്ട് ശിവരാത്രി കേട്ടോ, ശിവൻ്റെ അമ്പലമല്ലേ, അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നീലത്താമരയില്ലേ, അതിലെ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പത്തിട്ട മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് പുരാതന ശിവക്ഷേത്രങ്ങളൊന്നും കലയും ചരിത്രവും മതപരമായ പാരമ്പര്യവും ചേർന്നൊരു വിശുദ്ധ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അത്രയും ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ഒരു പ്ലേസ് നമ്മുടെ അടുത്തുള്ള കാര്യം എനിക്ക് എത്തിയപ്പോൾ അറിയണ്ടായില്ല. നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സ്പോട്ടുകൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ നോക്കിയ സ്പോട്ടൊക്കെ ഒരു 1 hour ട്രാവലുള്ളതാണ്. അപ്പോൾ മഴയാണെങ്കിൽ നമ്മുടെ പോക്കും പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര കുളമാവും. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നോക്കിയപ്പോൾ ക്ലയൻറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്തത്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവരാണ് ഈ ഒരു സ്പോട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തൊട്ടടുത്താണ്, നമുക്കൊരു 15 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിയണമുണ്ടായില്ല. അപ്പോൾ ലാൻഡ്സ്കേപ്പും മൊത്തത്തിലുള്ള ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഫോട്ടോഷൂട്ട്, ട്രഡീഷണൽ ഫോട്ടോഗ്രാഫിക്കും ഇതുപോലെ ഓണം ബേസ്ഡ് ഫോട്ടോഗ്രാഫി ആകുമ്പോൾ ഇങ്ങനത്തെ സ്പോട്ട് അടിപൊളിയായിരിക്കും എന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് ഈ സ്പോട്ടിലോട്ട് എത്തിപ്പെട്ടത്. പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലഞ്ഞീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം. ആന കേറാമേട്ടിൽ ഇനി 1000